എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ശ്രദ്ധിക്കണം, ദൈവമക്കളാകുന്ന നമുക്കൊരു കാര്യം അറിയാം. എന്റെ ഈ സ്റ്റോൺ, ഈ കല്ലിന്റെ പിന്നിൽ കിടക്കുന്ന ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. ഈ കല്ലിന്റെ പിന്നിൽ കിടക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം തയ്യാറാക്കി വച്ചിരിക്കുന്നത് ആരാ? കർത്താവ്. Who has prepared that blessing? Who has prepared that miracle? God has done it. അത് എന്റെ കയ്യിൽ ലഭിക്കുമ്പോൾ ഒരു കാര്യം നടക്കും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ദൈവനാമം മഹത്വപ്പെടും. ആ വിഷയം എന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ കർത്താവിനോട് പറയുകയാ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പക്ഷെ ആദ്യം അതിന് കല്ല് മാറ്റണം. വിശ്വസിച്ചാ പോരാ, കല്ല് മാറ്റണം. കല്ല് മാറ്റണം. കല്ല് മാറ്റണം. ഞാൻ ചിന്തിക്കുന്നത്, യേശു അവിടെ നിന്നിട്ട് ആ കല്ല് നീങ്ങാതെ തന്നെ ലാസറസിനോട് ജീവനിലേക്ക് മടങ്ങി വരാൻ പറഞ്ഞ് ലാസറസ് തന്നെ കല്ലൊക്കെ മാറ്റിയിട്ട് പുറത്ത് വന്നേനെ. കർത്താവ് അതും ചെയ്യാൻ പറ്റും. പക്ഷെ കർത്താവ് അങ്ങനെ ചെയ്തില്ല. കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ എന്റെ മഹത്വം കാണും. അങ്ങനെ മഹത്വം കാണണമെങ്കിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഒരു ആക്ഷൻ കൂടെ എടുക്കണം. You have to remove. മാറ്റേണ്ടത് മാറ്റണം, മാറ്റേണ്ടത് മാറ്റണം, നീക്കേണ്ടത് നീക്കണം, നീക്കേണ്ടത് നീക്കിയിട്ട് പ്രാർത്ഥനയിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണും. ഞാനിങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് പലരും പ്രകാരം ഞാൻ കർത്താവ് ചില വിഷയങ്ങൾ ഞങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടാണോ കർത്താവ് പ്രവർത്തിക്കാത്തത്? നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യണം. നമ്മൾ ചില കാര്യങ്ങൾക്ക് അതിരി കടന്ന് വിശ്വസിക്കണമല്ലേ? ആണോ? ചില വിഷയങ്ങൾ കർത്താവ് എനിക്ക് ഈ ആഴ്ച തന്നെ അത്ഭുതം ചെയ്യും, അങ്ങനെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. എന്നാലും ചിലതൊക്കെ നടന്നിട്ടില്ല. അപ്പൊ അത് ഒരു പക്ഷേ കാരണം വിശ്വസിച്ചാൽ പോരാ, കല്ല് മാറ്റണം. കല്ല് മാറ്റണം. കർത്താവ് എന്നെ നോക്കി പറയും, മൂഢാ, വലിയ കാര്യത്തിന് വിശ്വസിക്കുകയാണ്, പക്ഷെ നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഹൃദയമുണ്ട്. നീ വലിയ കാര്യത്തിൽ വിശ്വസിക്കുകയാണ്, പക്ഷെ നിന്റെ കോപം മാറിയിട്ടില്ല. നീ വലിയ കാര്യത്തിൽ വിശ്വസിക്കുക, പക്ഷെ നിന്റെ അസൂയ മാറിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയും, നിന്റെ വിശ്വാസമല്ല തടസ്സം, നിന്റെ കല്ല തടസ്സം. നീ കല്ല് മാറ്റും, നീ കല്ല് മാറ്റ്, എന്നാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. 43-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ, ഒച്ച എഴുതിയിട്ടുണ്ടോ മലയാളത്തിൽ? ഇങ്ങനെ ലൗഡ് വോയിസ് എഴുതിയിട്ടുണ്ടോ മലയാളം? ഇല്ല. ഞാൻ പറയാം, മലയാള ഭാഷയുടെ ട്രാൻസ്ലേഷൻ ഒത്തിരി പോകുന്നു. ഇംഗ്ലീഷ് ഉണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഒച്ചയിൽ യേശു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. എന്നാ കർത്താവ് പതുക്കെ പറഞ്ഞ ലാസറിന് കേൾക്കത്തില്ലയോ? അപ്പൊ കർത്താവ് എന്താ ഒച്ചയിൽ പറഞ്ഞേ? അവിടെ കർത്താവ് രണ്ട് കാര്യം ചെയ്തു, ശ്രദ്ധിക്കണം. കർത്താവ് അവിടെ നിന്നിട്ട് പറയുക, പുറത്തു വരിക എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് ആ ഭൂമിയിൽ മരിച്ചു കിടന്ന സകലതും പുറത്തു വന്നേനെ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കർത്താവ് അവിടെ നിന്നിട്ട് പറയുക, പുറത്തു വരിക എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് ഭൂമിയിൽ മരിച്ചു മണ്ണടിഞ്ഞ് കിടക്കുന്ന എല്ലാവരും പുറത്തു വന്നേനെ. അതുകൊണ്ട് പേരെടുത്ത് വന്നത്, ഇന്ന് ലാസർ മാത്രം പുറത്ത് വന്നാൽ മതി. ലാസറേ പുറത്തു വരിക. ശബ്ദമെടുത്ത് വന്നു. 4 ദിവസം മരിച്ചു കിടക്കുന്ന ഈ ലാസറിന്റെ പേര് വിളിച്ച് കർത്താവ് പറയുക, ലാസറേ പുറത്തു വരിക. അപ്പൊ അതിന് മലയാളത്തിൽ എനിക്ക് കിട്ടിയ ഒരു വാക്ക് പ്രതികരിക്കുക, റെസ്പോണ്ട്. അപ്പൊ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആരെ പുറത്തു വരേണ്ടത്? ലാസർ. അപ്പൊ ലാസർ ഒരു റെസ്പോൺസ് നടത്തണം. ആ ശബ്ദം കേട്ടിട്ട് ലാസർ പ്രതികരിക്കണം. ഞാൻ ചിന്തിക്കുന്നത്, ഒരു പക്ഷേ ഇത്ര ഒച്ചയിൽ പറയാൻ ഒരു കാരണമുണ്ട്. കാരണം മരിച്ചു കിടക്കുന്ന വ്യക്തിയിലേക്ക് ദൈവശക്തി ഇറങ്ങണമെങ്കിൽ നല്ല ഒച്ചയിൽ വേണം വിളിച്ചു പറയാം. ഞാൻ ഇത്ര ഒച്ചയിൽ പറഞ്ഞിട്ടില്ല, ഇവിടെ ചെന്നൊരു കുലുങ്ങാതിരിക്കും. ഇപ്പൊ കർത്താവ് ഈ ലാസറിന്റെ അവിടെ പോയിട്ട് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ ലാസർ അവിടെ 2 ദിവസം കൂടെ കിടക്കും. അതുകൊണ്ടാണ് ഈ കർത്താവ് ഒച്ച വിളിച്ചു പറയുന്നത്, ലാസറേ പുറത്തു വരിക. അപ്പൊ ലാസർ ഒന്ന് അനങ്ങാൻ തുടങ്ങി. ലാസറിന്റെ വെയിൻസ് ഒക്കെ ഒന്ന് ഓടാൻ തുടങ്ങി. ലാസറിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് അടിക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എനിക്കൊരു വിശ്വാസമാണ്, എന്റെ വിശ്വാസമാണ്. അത് ബൈബിൾ ഉള്ള കാര്യം, ഞാൻ എന്റെ വിശ്വാസം മാത്രം പറയുക. ഈ കല്ലറയുടെ മുമ്പിൽ വന്ന് യേശു നിന്നപ്പോ കർത്താവ് ഒരു പ്ലാൻ ചെയ്തു. ഈ 4 ദിവസം മരിച്ചു കിടക്കുന്ന
ആഗ്രഹിച്ചു ഈ കല്ലൊന്ന് നീങ്ങിയാൽ മതി, ബാക്കി കാര്യങ്ങൾ സ്വർഗം ചെയ്തു, ബാക്കി കാര്യങ്ങൾ സ്വർഗം ചെയ്തു. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവിടെ കിടക്കുന്ന ഈ ലാസർ, ഈ ശവം പ്രതികരിക്കാൻ തുടങ്ങി. It started to respond. എത്രയോ പ്രാവശ്യം കർത്താവ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വരെ പ്രതികരിച്ചിട്ടുണ്ടോ? ലാസർ മരിച്ചവൻ ഉയർന്നു, നമ്മൾ ഉയരത്തില്ല. അധികാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ വെളിപ്പാട് വിളിച്ചു പറയുന്നു. 2024 നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കർത്താവ് ക്ഷമിക്കട്ടെ. 2025 നമുക്ക് പ്രതികരിക്കണം, നമുക്ക് റെസ്പോണ്ട് ചെയ്യണം. കർത്താവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ ഇറക്കുവാനല്ല, ഈ വചനം ഹൃദയത്തിലേക്ക് കയറിയിട്ട് നമ്മുടെ മരിച്ചു കിടക്കുന്ന ഹാർട്ട് ബീറ്റ് ഒന്നുകൂടെ തുടങ്ങട്ടെ, നമ്മുടെ രക്തം ഒന്നുകൂടെ ഓടട്ടെ, നമ്മുടെ കൈകൾ ഒന്നുകൂടെ അനങ്ങട്ടെ, നമ്മുടെ കാലുകൾ ഒന്നുകൂടെ അനങ്ങട്ടെ. 4 ദിവസം മരിച്ചു കിടക്കുന്ന വിഷയമായാലും 40 ദിവസം മരിച്ചു കിടക്കുന്ന വിഷയമായാലും സ്വർഗത്തിലെ ദൈവം അധികാരത്തോടെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കണം, നമ്മൾ പ്രതികരിക്കണം. We have to respond. If we respond, we will see the glory of God. Hallelujah. യേശു ലാസറിനോട് പറയുന്നത്, you come out. എന്താണ് പറഞ്ഞത്? Jesus wants us to take a step. കർത്താവിന്റെ അത്ഭുതം കാണണമെങ്കിൽ ഇനി ഞാൻ ചിന്തിക്കുക, കർത്താവ് നോക്ക് അവിടെ ആരോടും പറഞ്ഞില്ല, അവൻ അവിടെ അകത്ത് കിടപ്പുണ്ട്, അവന്റെ കൈ ഒന്ന് പിടിച്ചൊന്ന് പൊക്കിയേക്കണേ, അവൻ ആ ദിവസമായി അവൻ അനങ്ങാൻ പറ്റത്തില്ലല്ലോ. കർത്താവ് അങ്ങനെയും ചെയ്തില്ല. നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് നമ്മൾ തന്നെ എടുക്കണം, നമ്മൾ തന്നെ എടുക്കണം, നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് നമ്മൾ തന്നെ എടുക്കണം. ഞാൻ ഇവിടെ പറയാം, ഞാൻ എടുക്കേണ്ട സ്റ്റെപ്പ് ഞാൻ തന്നെ എടുക്കണം. ദാഹിക്കുന്നവൻ എന്റെ അരികിൽ വരട്ടെ. ജീവന്റെ ജനം നമ്മളെ നമ്മുടെ പുറത്തുനിന്ന് ഒരുക്കത്തക്ക രീതിയിലുള്ള അധികാരവും അഭിഷേകവും കർത്താവ് നൽകും. പക്ഷെ പ്രതികരിക്കേണ്ട നമ്മൾ പ്രതികരിക്കാൻ ഒരുങ്ങി നിൽക്കണം. We have to respond. Number 2. Number 3, മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കണം. sorry 44ാമത്തെ വാക്യം. മരിച്ചവൻ പുറത്തു വന്നു, മരിച്ചവൻ അതായത് ലാസർ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയ മുഖം റുമാൽ കൊണ്ട് മൂടിയുമിരുന്ന് അവന്റെ കെട്ട് അഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു. ലാസർ പുറത്തു വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളുടെ 31ാമത്തെ പ്രോഗ്രാം നമ്മൾ ലാസറിനെ കണ്ടായിരുന്നു അല്ലെ? മുഖം പോലും കാണാൻ പറ്റാത്ത മൊത്തം ബാൻഡേജ് ആയിരുന്നു. നോക്കണം ഇങ്ങനെ ചുറ്റി 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 ആ പാവം വെച്ച് അനങ്ങാനും വയ്യാതെ നിൽക്കുക. ഇതേ നിൽപ്പിൽ ലാസർ നിൽക്കുക. അവൻ കർത്താവ് പറഞ്ഞു, ഇനിയും പോയി അയച്ചോ, ഗോ ആൻഡ് അൺടൈ ഹിം. അതിന് ഞാൻ പറയുന്നത് മൂന്നാമത്തെ മലയാളം വാക്ക് മോചിപ്പിക്കുക, റിലീസ്, മോചിപ്പിക്കുക. ആദ്യം എന്തുവായിരുന്നു? നീക്കുക. രണ്ടാമത് പ്രതികരിക്കുക. മൂന്നാമത് മോചിപ്പിക്കുക. ശ്രദ്ധിക്കണം, ലാസർ എടുക്കേണ്ട സ്റ്റെപ്പ് ലാസർ എടുത്തപ്പോൾ, ലാസർ തന്നെ സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് വന്നപ്പോൾ അവന് ഒറ്റയ്ക്ക് സാധിക്കാത്ത ചിലത് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് വേറെ ചിലരെ വിളിച്ചു. അവര് വന്നിട്ട് അതൊക്കെ ഊരി തന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മരിച്ചു കിടന്ന ഈ ലാസറിന് തന്നെ പൊങ്ങി വരാമെങ്കിൽ കർത്താവ് ആഗ്രഹിച്ച ലാസറിന് തന്നെ ഈ തുണികളിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നതൊക്കെ ഊരിയെടുക്കാൻ, പക്ഷെ കർത്താവ് ഒന്നും ചെയ്തില്ല. അതിനാ സഭ എന്ന് വിളിക്കുന്നത്, ചർച്ച്. അതിനാ ചർച്ച് എന്ന് വിളിക്കുന്നത്, ഫെലോഷിപ്പ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, ഈ അത്ഭുതങ്ങൾ നമ്മുടെ കയ്യിൽ പൂർണ്ണമായി കിട്ടാൻ കർത്താവ് ചില പ്രേയർ പാർട്ട്നേഴ്സിനെ, ചില സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഒപ്പം നിർത്തും. അവര് വന്നിട്ട് നമ്മുടെ മുമ്പിൽ ചില തടസ്സങ്ങൾ കാണുമ്പോൾ അവർ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങ് ഈ വ്യക്തിയോട് പറഞ്ഞ വാക്ക്, ഈ സഹോദരിയോട് പറഞ്ഞ വാക്ക്, ഈ സഹോദരനോട് പറഞ്ഞ വാക്ക്, കർത്താവേ, ഒറ്റയ്ക്ക് ഇവന്റെ കയ്യിൽ ലഭിക്കാത്ത ഇവർക്ക് അത്ര കൃപയിലായിരിക്കും കർത്താവേ. പക്ഷെ
ഇവരുടെ മോചനത്തിന് ഞാനൂടെ ഈ യുദ്ധത്തിൽ ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു വിടുതൽ നടക്കും. ഈ വർഷം അങ്ങനെ ചിലരെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. ഒന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് അവിടെ പറഞ്ഞതല്ല അവനെ മോചിപ്പിക്കുക, കർത്താവ് അവനെ തിരിച്ചു കെട്ടാനല്ല പറഞ്ഞത്. God did not ask anyone to tie him again. God told, untie him again. സഭയുടെ ജോലി എന്താ? What is the ministry of a church? What is the ministry of a fellowship? ബന്ധികളെ മോചിപ്പിക്കുന്ന ശുശ്രൂഷയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആരും കെട്ടാൻ വേണ്ടി അല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ന്യൂ പ്ലമത്തിൽ, ഹവേറയിൽ, ഇംഗൾവുഡിൽ, ബെൽ ബ്ലോക്കിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ താളമാക്കിയിൽ ചിലർ ബന്ധത്തിലായിരിക്കുന്നു. അവരെ മോചിപ്പിക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ സമർപ്പിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ നിന്നാൽ, ചില ബന്ധങ്ങൾ മോചിപ്പിക്കുവാൻ, ചില ബന്ധത്തിൽ കിടക്കുന്ന ചിലരെ വിടുവിക്കുവാൻ 2025 കർത്താവിനൊരു പ്ലാൻ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുവാൻ തയ്യാറാകണം. We have to be ready. ചിലരെ മോചിപ്പിക്കണം. ഓക്കെ, നാലാമത്തെ അവസാനമായി 45-ാം വാക്യം. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. ഓക്കെ, കർത്താവ് ചെയ്തത് കണ്ടിട്ട് എന്താ ചെയ്തു? കർത്താവ് വിശ്വസിച്ചു. അപ്പൊ നാലാമത്തത് വെളിപ്പെടുത്തുക, റിവീൽ ഇറ്റ് ടു ഗോഡ്, ടു പീപ്പിൾ. അപ്പൊ കർത്താവ് ചെയ്ത ചില പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ കർത്താവ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ ശ്രദ്ധിക്കണം, ഈ കള്ളവർ നീക്കി അകത്ത് കിടക്കുന്ന ഈ ലാസർ റെസ്പോണ്ട് ചെയ്തു. കൂടെ നിൽക്കുന്നവർ ഇവനൊന്ന് റിലീസ് ചെയ്തു, മോചിപ്പിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ അവിടെ ഒരു സാക്ഷ്യം ഉയർന്നു, അവിടെ ഒരു ടെസ്റ്റിമണി ഉയർന്നു. ആ ടെസ്റ്റിമണി കേട്ടിട്ട് ചിലരുടെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്നു. ചിലര് കർത്താവിനെ അറിഞ്ഞു. കർത്താവിന്റെ അത്ഭുതം കണ്ടിട്ട് ചിലർ കർത്താവിന്റെ ഡിസൈപ്പിൾസിലേക്ക് ഫോളോവേഴ്സ് ആയി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, തുടക്കം മുതൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ പറയുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കല്ലേ, അത് വിളിച്ചു പറയണം. ഒരു പേനാണോ കർത്താവ് തന്നത്, സ്തോത്രം 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 എന്ന് പറഞ്ഞ് അത് വിളിച്ചു പറയണം. ഒരു ഷർട്ടാണോ കർത്താവ് തന്നത്, അത് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് വിളിച്ചു പറയണം. ഒരു രോഗമാണോ കർത്താവ് മാറ്റിയത്, സ്തോത്രം എന്ന് പറഞ്ഞ് അത് വിളിച്ചു പറയണം. വിളിച്ചു പറയുമ്പോൾ ചെറുതേക്ക് കർത്താവിന്റെ സ്നേഹം ഇറങ്ങി വരും. ആ കർത്താവിന്റെ അങ്ങനെ ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ടല്ലേ നമ്മളൊക്കെ കർത്താവിനെ അറിഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ കർത്താവിനെ അറിഞ്ഞത്. ഓ, കർത്താവ് ആ സഹോദരന് വേണ്ടി പ്രവർത്തിച്ചു, ആ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ചാണല്ലോ ചിലര് വന്നത്. ചിന്തിക്കണം, എത്രയോ പേര് കർത്താവ് അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ കർത്താവിനെ കുറിച്ച് അറിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ സുവിശേഷം ഇറങ്ങി വന്നത്, ഇന്ത്യയിൽ സുവിശേഷം ഇറങ്ങി വന്നത് ചിലർ വന്ന് വെളിപ്പെടുത്തിയോണ്ടാ, ചിലർ വന്ന് സംസാരിച്ചോണ്ടാ. ഇല്ലെങ്കിൽ ഇന്നും നമ്മുടെ രാജ്യം ഇരുട്ടിൽ കടന്നത്. ഹാലിയ. ഇത്രയും വിളിച്ചു പറഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ രാജ്യം വളരെ ഇരുട്ടിൽ കിടക്കുമ്പോൾ ഒട്ടും വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും കർത്താവിനെ അറിയത്തില്ലായിരുന്നു. കർത്താവിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിനെ അറിഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ ഒരിക്കലൂടെ പറയുന്നു, ഈ കർത്താവിനെ വിളിച്ചു പറഞ്ഞാൽ ന്യൂ പ്ലമത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യട്ടെ. ഹല്ലേലൂയ. കർത്താവിന് സാധ്യമായൊന്നുമില്ല. പക്ഷെ അതിനുവേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, മാറ്റണം. റിമൂവ്. നമ്പർ 2, റെസ്പോണ്ട്. നമ്പർ 3, റിലീസ്. നമ്പർ 4, റിവീൽ. നീക്കുക, മാറ്റുക, പ്രതികരിക്കുക, മോചിപ്പിക്കുക, വെളിപ്പെടുത്തുക. ഈ 2025 ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ ഈ ന്യൂ ഇയർ മീറ്റിംഗ് ഞാൻ പറഞ്ഞത്, ഈ വർഷം കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾ എഴുതി വെക്കണം. Write every small miracle that God has done.